ഈ ഒരു ദുരൂഹത ഇക്കാര്യത്തിൽ സംശയിക്കണോ? എന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളതായി താങ്കൾ സംശയിക്കുന്നുണ്ടോ? വന്ദേ മാതരം മുഴുവനായി പാടണം എന്നുള്ളതാണല്ലോ. 6 ഖണ്ഡികകളാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരത്തിൽ ഉള്ളത്. അതിൽ 2 ഖണ്ഡികകളാണ് പാടിക്കൊണ്ടിരുന്നത് 1937 മുതൽ. ഇപ്പോൾ അത് മുഴുവനായി പാടണം. അതായത് ഏകദേശം 3 മിനിറ്റും 10 സെക്കൻഡും ഉണ്ടാകും. സർക്കാർ പരിപാടികളിൽ മുഴുവനായിട്ട് പാടണം, അതോടൊപ്പം തന്നെ എഴുന്നേറ്റ് നിൽക്കണം. ഇതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുകയാണല്ലോ. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം താങ്കൾ സംശയിക്കുന്നുണ്ടോ? ശ്രീ മഞ്ജുഷ്, രാജ്യത്തിൻ്റെ സിംബൽസ് പൊതുവെ ഒരു കൺസെൻഷ്വൽ അപ്രോച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കപ്പെടേണ്ടത്. അതുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാണ സമിതി കൂലങ്കഷമായി ചർച്ച ചെയ്തതിനു ശേഷം 1949 1950 ജനുവരി 24 അതായത് ഭരണഘടന പ്രഖ്യാപിക്കപ്പെടുന്നതിൻ്റെ 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നതും ഇന്ത്യൻ റിപ്പബ്ലിക് ആകുന്നതും. അതിന് 2 ദിവസം മുൻപ് ഇതേക്കുറിച്ചൊരു ധാരണയിലെത്തുകയാണ്. അത് രാജേന്ദ്ര പ്രസാദ് തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അത് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. ദേശീയ ഗീതവും ദേശീയ ആൻതം, നാഷണൽ ആൻതം ആൻഡ് നാഷണൽ സോങ് രണ്ടും രണ്ടാണ്. ഇവിടെ ഈ ഒരു രണ്ടിനും തുല്യതയുണ്ട് എങ്കിൽ പോലും അദൃശ്യമായ ഒരു ശക്തി നാഷണൽ ആൻതത്തിനുണ്ട് എന്ന ഒരു പ്രതീതിയാണ് ഉണ്ടായത്. കാരണം ഒരു കോൺട്രവേഴ്ഷ്യൽ ആകുന്ന 3, 4, 5, 6 ചരണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അഡോപ്റ്റ് ചെയ്യപ്പെട്ടത് ആദ്യ 2 ചരണങ്ങൾ മാത്രമാണ്. അത് 1937 കോൺഗ്രസ് കൽക്കട്ട സെഷനാണ്. ഇന്ന് ജവഹർലാൽ നെഹ്റുവാണ് പ്രസിഡന്റ് എന്നാണ് ഓർമ്മ. അപ്പോൾ അന്ന് നെഹ്റുവിൻ്റെ പ്രേരണയാൽ യഥാർത്ഥത്തിൽ ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഈ സോങ് ആനന്ദമഠത്തിൽ നിന്നും കടം എടുത്ത ഈ ഒരു ഭാഗം അത് പൂർണ്ണമായി ഒരുപക്ഷെ ദേശീയതയ്ക്ക് നിരക്കുന്നതല്ല, അല്ലെങ്കിൽ ചില മതവിഭാഗങ്ങൾ. പക്ഷേ ആ സമയം വരെ അത് ദേശഭക്തി ഗാനം എന്ന രീതിയിൽ തന്നെയാണ് ആലപിച്ചിരുന്നത്, അക്കാര്യത്തിൽ സംശയമില്ലല്ലോ. പക്ഷേ 1937 മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദപ്രകാരം അവസാനത്തെ 4 സ്റ്റാൻസകൾ, അതായത് 4 ഖണ്ഡികകൾ ഒഴിവാക്കുകയും ആദ്യ 2 ഖണ്ഡികകൾ മാത്രം മതിയെന്ന് തീരുമാനിക്കുകയുമായിരുന്നു. അതിൽ തന്നെ ഏറ്റവും ഒടുവിലത്തെ സ്റ്റാൻസ ഖണ്ഡികയായ ത്വംഹി ദുർഗ ദശപ്രഹരണധാരിണി കമല കമല ദളവിഹാരിണി വാണി വിദ്യാദായിനി നമാമി ത്വാം നമാമി കമലം അമലം അതുലാം സുജലാം സുഫലാം മാതരം വന്ദേ മാതരം. ഇത് ഈ ഭാഗമാണല്ലോ ഏറ്റവും കൂടുതൽ അല്ലേ അന്ന് ഈ ഒരു മതേതരമല്ല എന്ന രീതിയിൽ. അതായത് 10 കൈകളിൽ ആയുധമേന്തിയ ദുർഗയും താമരപ്പൂവിൽ വസിക്കുന്ന ലക്ഷ്മിയും വിദ്യ നൽകുന്ന സരസ്വതിയും നീ തന്നെയാണ്, നിർമ്മലയും അതുല്യയും സുജലയും സുഫലയുമായ അമ്മയെ ഞാൻ വണങ്ങുന്നു വന്ദേ മാതരം. ആ ഭാഗമാണല്ലോ ഇത് മതേതരമല്ല, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നതല്ല അല്ലേ, അത് ഹിന്ദു ദേവതകളെ അതിൽ ചിത്രീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒഴിവാക്കിയത്. അപ്പോൾ അത് മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിലാണ്. അതിപ്പോൾ ഞങ്ങൾ തിരികെ കൊണ്ടുവരുന്നു എന്നാണ് BJPയുടെ അവകാശവാദം വന്നിരിക്കുന്നത്. ഇതിനെതിരെ സംസാരിക്കാൻ കോൺഗ്രസിന് കഴിയുമോ ഈ ഘട്ടത്തിൽ?